ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ കുറച്ച് ദിവസമായി ഷോർട്സും ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് വേറൊന്നല്ല, എനിക്ക് എക്സാം ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇടാതിരുന്നത്. അങ്ങനെ ഇന്നാണ് എക്സാംസ് ഒക്കെ തീർന്നത്. അതായത് ഇന്ന് എന്ന് പറയുമ്പോൾ 22 ഡിസംബർ ആണ്. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉണ്ണികളുടെ സ്കൂളിൽ PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും മമ്മിയും കൂടിയിട്ട് അങ്ങോട്ട് പോയി. ഇവരുടെ പോലെ ഞാനും ഈ വരാന്തയിൽ കൂടെ നടന്നു പോയിട്ടുണ്ട് കേട്ടോ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. കാരണം ഞാൻ ഇവിടെ LKG to 10th ഈ സെയിം സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഈ ക്രിപ്പ് മേക്കിങ്ങിലോട്ട് ഞാൻ കടന്നത്. ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ 2 തെർമോക്കോളിന്റെ വലിയ പീസുകളാണ്. പിന്നെ ചെറുതായിട്ട് വടികളൊക്കെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണികളും വേണം. അലർജിയുടെ അഷ്കത ഉള്ളതുകൊണ്ടാണ് കയ്യിൽ ഗ്ലൗസും മാസ്കൊക്കെ ഇട്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്നത് കോട്ടണും ഉണ്ട്, പിന്നെ വേറൊരു ഫാബ്രിക്കും ഉണ്ട്. അതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ക്ലോത്ത്സ് ഒക്കെ എടുത്തതെല്ലാം ഞാൻ ഇതുപോലെ പീസാക്കി മാറ്റി വെച്ചു. നെക്സ്റ്റ് വേണ്ടത് ഇതുപോലത്തെ ഒരു പാട്ട ബക്കറ്റാണ്. അതായത് പഴയ ബക്കറ്റ് എടുക്കായിരിക്കും നല്ലത്, കാരണം നമുക്കിത് സിമെന്റ് കലക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളതിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ബക്കറ്റ് എടുത്തു ഞാൻ. എന്നിട്ട് ഒരു നല്ല ബക്കറ്റ് കൊടുക്കുക, അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ എടുക്കുക. കാരണം ഈ സിമെന്റ് നമുക്ക് നല്ലോണം ഡൈല്യൂട്ട് ചെയ്തിട്ട് എടുക്കണം. നിങ്ങൾ ക്രിസ്മസിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു 18-ാം തീയതി ഒക്കെ ആയിട്ട് തുടങ്ങിയായിരിക്കും നല്ലതുണ്ടാവുക. കാരണം ഇനിയിപ്പോൾ ഇത് ഉണങ്ങി പെയിന്റ് ഒക്കെ അടിച്ച് വരുമ്പോൾ 24-ാം തീയതി വൈകിട്ടാവും. ഇതിൽ കാണിച്ചിരിക്കുന്ന ഫുൾ സിമെന്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ഒരു 5 പിടിയൊക്കെ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് അതിലോട്ടേക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഇതുപോലെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക. ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വീണ്ടും സിമെന്റ് ഒക്കെ വീണ്ടും ചേർക്കേണ്ടി വരും. അങ്ങനെ ഓൾമോസ്റ്റ് ഒരുവിധം വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു വടി വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു ഇറ്റാലിയൻ സ്റ്റൈലോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റൈൽ പുൽക്കൂടാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഉണ്ടാക്കി വരുമ്പോൾ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അതിനായിട്ട് ബാക്കിൽ മൗണ്ടൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ സിമെന്റ് കലക്കിയെടുക്കുന്നത്. അങ്ങനെ ആ സിമെന്റിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോത്തിന്റെ മെറ്റീരിയൽസ് ഒക്കെ ഇതിലിട്ടിട്ട് നല്ലപോലെ മുക്കിയെടുക്കുക. കാരണം സിമെന്റ് എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട്. എന്നിട്ട് ഈ ക്ലോത്ത് നമ്മൾ നേരത്തെ തെർമോക്കോളുമേ സ്റ്റിക്ക് വെച്ച് ഇതുപോലെ നിർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ നല്ല വൃത്തിയിൽ വിരിച്ച് ചുളിവൊക്കെ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഈ ചുളിവും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ 2 മൗണ്ടൻസ് ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ വേറെ റെഫറൻസ് ഒന്നും നോക്കിയിട്ടില്ല, എൻ്റെ ഓൺ ഐഡിയയിൽ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മൗണ്ടൻ്റെ ടിപ്പ് അത്ര ഷാർപ്പല്ല, എന്നാൽ ഇപ്പുറത്തുള്ള മൗണ്ടൻസിൻ്റെ ഒക്കെ നല്ല രസമുണ്ട് നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ. ഈ ഒരു മൗണ്ടൻ സെറ്റ് ചെയ്യാൻ മാത്രമാണ് എനിക്ക് ഫസ്റ്റ് ഡേയിൽ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ഡേ നമുക്ക് വീടും പുൽക്കൂടും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അടുത്ത ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഉണങ്ങി കിട്ടുമോ എന്നുള്ളതാണ്. നാളത്തെ ആകുമ്പോഴത്തേക്കും നല്ല വെയിലത്ത് ഇത് ഉണങ്ങി കിട്ടിയാലാണ് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഞാൻ എടുത്തത് ഇതുപോലത്തെ ഒരു വിനീഗറിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ബോട്ടിലാണ് നമുക്ക് വേണ്ടത്. അതായത് നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും തിന്നായിട്ടുള്ള ഒരു ബോട്ടിലേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് വാട്ടർഫോൾസ് സെറ്റ് ചെയ്യാനാണ്. ഞാനിപ്പോൾ മോട്ടർ വെച്ചിട്ടും അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. പടിയിൽ നമുക്ക് ഇതുപോലെ ഒരു വെള്ളം സെറ്റ് ചെയ്യാം, മുകളിൽ നമുക്ക് വല്ല പഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് സെറ്റ് ചെയ്യാന്നാണ് ആലോചിക്കുന്നത്. പിന്നെ ഇതുപോലെയാണ് നമ്മൾ ബോട്ടിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ ഹാഫ് മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഇത് ഞാൻ വെക്കാൻ പോകുന്നത് അവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. ഇത് നമ്മൾ വീണ്ടും സിമെന്റ് കവർ ചെയ്ത് അത് കവർ ചെയ്യും, അതായത് ബോട്ടിൽ കാണാത്ത രീതിയിലാക്കും. ഇത്രയാണ് എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ ഇന്നത്തെ ദിവസം, അതായത് ഇന്നത്തെ വീഡിയോ ഈ ഒരു പൊറോട്ട കഴിച്ച് എൻഡ് ചെയ്യാണ്. Day 2 Day 3 വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.